ഇന്ന് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ഒരു അനുഭവത്തെക്കുറിച്ചാണ്. ഞാൻ BEd ഒക്കെ കഴിഞ്ഞ് കോളേജിൽ പഠിപ്പിക്കാൻ പോയപ്പോൾ 10-13 വർഷം പഠിപ്പിക്കാൻ പോയപ്പോൾ കുട്ടികളെ പഠിപ്പിച്ചിരുന്നു, ശരിയാണ്. പക്ഷേ ആൾക്കാരെ ഫേസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയുള്ള ആളായിരുന്നു. എല്ലാ ദിവസവും ക്ലാസ്സിലേക്ക് പ്രിപ്പയർ ചെയ്ത് ഞാൻ പോകുമ്പോൾ ഭയങ്കര ടെൻഷനാണ് മനസ്സിൽ. കുട്ടികളെ ഫേസ് ചെയ്യുക എന്നുള്ള ഒരു ടെൻഷൻ. ആ ഫേസ് ചെയ്യുന്നത് എനിക്ക് ടെൻഷനാണ്. പക്ഷേ ക്ലാസ് മോശമില്ലാതെ ഞാൻ ക്ലാസ് എടുക്കുക ആയിരുന്നു. അതൊരു കോൺഫിഡൻസ് ഉള്ള ഒരു കാര്യമാണ്. പക്ഷേ കുട്ടികളെ ഞാൻ ഫേസ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. എനിക്കെപ്പോഴും ടെൻഷനുമാണ്. അയ്യോ, ഇപ്പോൾ ക്ലാസ്സിൽ പോകണം, അവരെ എങ്ങനെ ഫേസ് ചെയ്യും. എന്തോ ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു ഞാൻ. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ആളാണ് ഞാൻ. എന്താ വിചാരിക്കുക, കുട്ടികൾ എന്താ വിചാരിക്കുക, എന്തൊക്കെയോ ചിന്തകളുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ വന്ന് ഞാനിങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഉള്ളിലുള്ള ഒരു കോംപ്ലക്സ്, ഇൻസെക്യൂർഡായിട്ടുള്ള ഒരു സ്വഭാവത്തെ ഞാൻ മാറ്റാൻ ആഗ്രഹിച്ചിരുന്നു. അത് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതിന് ഈ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എന്നെ ഒരുപാട് സഹായിച്ചു. ഞാൻ ഈ പറയുന്ന പോലെ നേരം പോക്കിനായിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും മടിയാണ്. അതുകൊണ്ടാണ് എന്തൊക്കെയോ ഞാനിങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതിനായിട്ട് മെനക്കെടാറേ ഇല്ല. പക്ഷെ ഞാനിപ്പോൾ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളിപ്പോൾ പല സാഹചര്യങ്ങൾ കൊണ്ട് ജോലി ഉപേക്ഷിച്ച് വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥയുള്ള ആൾക്കാർ, എന്നെപ്പോലെ തന്നെ ഉള്ള ആൾക്കാരായിരിക്കും. നല്ല ടെൻഷനായിരിക്കുമെന്ന് എനിക്കറിയാം, എനിക്കത് മനസ്സിലാവുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ച്, പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരു ടെൻഷനും നാണക്കേടും എന്താ ആൾക്കാർ പറയാമെന്ന് വിചാരിച്ച് തുടങ്ങാതിരിക്കുന്നതാണെങ്കിൽ അവരോട് ഞാൻ പറയുകയാണ്, തുടങ്ങുക, ഒരു ചാനലങ്ങ് തുടങ്ങുക. ചാനൽ തുടങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതല്ല ഞാൻ പറയുകയാണ്, അങ്ങനെ താല്പര്യമുള്ള ആൾക്കാർ ഭയങ്കര ചമ്മലായിട്ടോ ഭയങ്കര നാണക്കേടായിട്ടോ ഒക്കെ വിചാരിച്ചിട്ട് എന്താ ആൾക്കാർ വിചാരിക്കുക എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തുടങ്ങുക, ഒരു ചാനൽ തുടങ്ങുക. പാട്ട് പാടാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ പാട്ട് പാടി അത് അപ്ലോഡ് ചെയ്യുക. ഡാൻസ് ചെയ്യാൻ താല്പര്യമുള്ളതാണെങ്കിൽ, ചിത്രം വരയ്ക്കാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ പെയിൻറ്റ് ചെയ്യാൻ, ക്രാഫ്റ്റ്, പിന്നെയും ഉണ്ട് ഒരുപാട്. യാത്രകൾ ചെയ്യാൻ താല്പര്യമുള്ളതാണെങ്കിൽ, പുസ്തകങ്ങൾ വായിച്ച് റിവ്യൂ ചെയ്യാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ, ഇതൊക്കെയാണ് ഒരു എന്താ പറയുക, എന്ത് ചെയ്യും യൂട്യൂബിലെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ ഓരോ മേഖലകളാണ്. അപ്പോൾ ഇതിലേതാണ് താല്പര്യം എന്ന് വെച്ചാൽ അത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ ഇത് യൂട്യൂബ് പ്ലാറ്റ്ഫോമിൻ്റെ ഒരു പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നത്, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ആണെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ടുള്ള അറിയുന്ന എത്രയോ ആൾക്കാരുണ്ടാവും. അപ്പോൾ എന്ത് വിചാരിക്കും, ഇവളെന്താ ചെയ്യുന്നതെന്ന് അവരുടെ മനസ്സിൽ എന്തൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യാതെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ യൂട്യൂബിൽ എനിക്ക് തോന്നുന്നു ഇവിടെ പേഴ്സണലായിട്ട് എപ്പോഴെങ്കിലും ആയിരിക്കും അവരുടെയൊക്കെ ഫോണിലേക്ക് നമ്മളുടെ ഈ വീഡിയോസൊക്കെ എത്തുന്നത്. സബ്സ്ക്രൈബ് ചെയ്താലല്ലാതെ, സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് നോട്ടിഫിക്കേഷൻസ് പോകും, അല്ലാത്ത ആൾക്കാർക്ക് അങ്ങനെയൊന്നും പോവില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് യൂട്യൂബാണ്. അപ്പോൾ യൂട്യൂബിലേക്ക് നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ചില ആൾക്കാർ, എല്ലാവരും ഒന്നും റെസ്പോണ്ട് ചെയ്യുമൊന്നുമില്ല, പക്ഷെ എന്നിരുന്നാലും 1-2 പേര് റെസ്പോണ്ട് ചെയ്യും. ചില ആൾക്കാർ നന്നായിട്ടുണ്ട് എന്ന് പറയും, നൈസ് എന്ന് പറയും, കൂടെ ഉണ്ട് എന്ന് പറയും. അപ്പോൾ അത് നമുക്കൊരു കോൺഫിഡൻസ് ആണ്. ഓക്കെ, നമ്മൾ ചെയ്തതായിരിക്കുമെങ്കിലും ഒരാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട്. അപ്പം അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സൈനായിട്ട് കണക്കാക്കി നമുക്കത് കണ്ടിന്യൂ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ പഠിപ്പിക്കുന്ന ആൾക്കാരാണെങ്കിൽ, പഠിപ്പിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റായിട്ട് യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നമ്മളെ ഒരുപാട് സഹായിക്കും. ഇപ്പോൾ സയൻസ്, മാത്സിനൊക്കെ ഒരുപാട് കുട്ടികൾ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അത് കുറച്ചും കൂടി എളുപ്പമാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം യൂട്യൂബാണ്. അപ്പോൾ അതിലൂടെ ഒരുപാട് ട്രിക്കുകളൊക്കെ ഉപയോഗിച്ച് മാത്സൊക്കെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം, ഇംഗ്ലീഷ് ആണെങ്കിലും ഏതാണെങ്കിലും. അപ്പോൾ പഠിപ്പിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് യൂട്യൂബിലൂടെ ഒരു ചാനൽ തുടങ്ങിയിട്ട് നമുക്ക് നമ്മളെ തന്നെ പോപ്പുലറൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ഒരു സെൽഫ് ഗ്രോത്ത് അവിടെ ഉണ്ടാവും.
നമ്മളുടെ ഒരു ആൾക്കാരോടുള്ള അപ്രോച്ച് നന്നായിട്ടൊരു മാറ്റം ഉണ്ടാവും. ഇവിടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും. ഇപ്പോൾ പോസിറ്റീവ് സൈഡ് മാത്രം ചിന്തിക്കുക. പിന്നെ നമ്മളൊരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരോടും പറയാതിരിക്കുന്നതാണ് നല്ലത്. മോണിറ്റൈസേഷൻ വിചാരിച്ചിട്ട് തുടങ്ങാൻ പാടില്ല. മോണിറ്റൈസേഷൻ നമ്മൾ ലേറ്റർ ഓൺ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം നമുക്കൊരു സന്തോഷം കിട്ടുക, നമ്മളൊന്ന് എൻഗേജ്ഡ് ആവുക, അതിനുള്ളൊരു പ്ലാറ്റ്ഫോം യൂട്യൂബ് തന്നെയാണ്. പിന്നെ ഫ്രണ്ട്സിനോടോ ചാനൽ തുടങ്ങുകയാണെങ്കിൽ ഫ്രണ്ട്സിനോടോ നമ്മുടെ റിലേറ്റീവ്സിനോടോ ഒന്നും പറയണ്ട, ആദ്യം പറയാതിരിക്കുന്നതാണ് നല്ലത്. അതിനൊരു ഓർഗാനിക്കായിട്ടുള്ളൊരു ഗ്രോത്ത് ഉണ്ടാകുമ്പോഴാണ് എനിക്ക് തോന്നുന്നു നമുക്ക് വളരാൻ പറ്റുക. നമ്മുടെ ഫ്രണ്ട്സിലൂടെയോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ഗ്രോത്ത് ഉണ്ടാവും. പക്ഷെ ചില സമയത്ത് ഒരു ഈഗോ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കാരണം ആൾക്കാർ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോകാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മൾ ഓർഗാനിക്കായിട്ട് വളർന്ന് പോകുന്നതാണ്. അപ്പോൾ ആരൊക്കെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, നമ്മളുടെ ചമ്മൽ കാരണം നമ്മൾ തുടങ്ങാതിരിക്കുകയും മടി പിടിച്ചിരിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരോട് ഞാൻ പറയുകയാണ്, ഡെഫിനറ്റായിട്ടും തുടങ്ങാം, ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. നല്ല കണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ട്രൈ ചെയ്യാം. ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നന്നായി പഠിക്കാൻ ശ്രമിക്കണം. പഠിച്ചു കഴിഞ്ഞ് മാത്രമേ അത് അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു റീച്ച് ഉണ്ടാവുള്ളൂ. അത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരു ഷൈനസ് നമ്മളിലുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റിയെടുക്കാൻ ഇവിടെ സാധിക്കും. നമുക്ക് കുറച്ചും കൂടി ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് യൂട്യൂബ് തരും. അതിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. രണ്ടാമത്തത്, നമുക്ക് എന്താണോ പേടി അത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ പേടി നമുക്ക്, എന്ത് ചെയ്യാനാണോ പേടി അത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മളിൽ നിന്നുള്ള ഒരു പേടിയിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരാൻ സാധിക്കുള്ളൂ എന്നും കൂടി ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ പേടിച്ചിരിക്കുകയാണെങ്കിൽ ആ കാര്യം ചെയ്യുക. എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിന് മുമ്പ് പേടിച്ചിരിക്കുകയാണെങ്കിൽ ആ കാര്യം ഡെഫിനറ്റായിട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് ആ പേടിയിൽ നിന്ന് പുറത്തേക്ക് വരാൻ, ആ ഷെല്ലിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരാൻ സാധിക്കുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് വളർച്ച ഉണ്ടാവുകയുള്ളൂ. സോ ഇത്രയൊക്കെയാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.